ഹായ്, നൊമാറ്റോ സോഷ്യൽ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാം കമന്റ്സിൽ എങ്ങനെ ഓട്ടോ കമന്റിന് റിപ്ലൈ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് വരുന്ന കമന്റ്സ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് അതിനുള്ള റിപ്ലൈസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ കണക്ട് അക്കൗണ്ട്സിൽ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് സിങ്ക്രണൈസ് കൊടുക്കാം. നമ്മുടെ അക്കൗണ്ട് ഇവിടെ സിങ്ക്രണൈസ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഓൾറെഡി ചാറ്റ് ബോട്ട് എനാബിൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ കാണിക്കാത്തത്. അതല്ലെങ്കിൽ ഇവിടെ ചാറ്റ് ബോട്ട് ഓപ്ഷൻ എനാബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ ഓട്ടോ കമന്റ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇൻസ്റ്റഗ്രാം ടൂൾസിന്റെ അണ്ടറിൽ കമന്റ് മാനേജർ ഉണ്ട്. ഇവിടെ നമുക്ക് ഓൾ പോസ്റ്റ് ലിസ്റ്റ്, കമന്റ് ടെംപ്ലേറ്റ്, റിപ്ലൈ ടെംപ്ലേറ്റ്, അതുപോലെ റിപ്പോർട്ട്സ്. ഇത് നമുക്ക് കമന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഓൾ പോസ്റ്റ് ലിസ്റ്റിൽ ഇവിടെ നമ്മുടെ പോസ്റ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോ പോസ്റ്റിലും ഓരോ ലിങ്കുകൾ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നമുക്ക് പോസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് കമന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓരോ പോസ്റ്റിന്റെ അണ്ടറിലും നമുക്ക് സെറ്റിംഗ്സ് ഐക്കൺ കാണാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പോസ്റ്റിന് വരുന്ന കമന്റ്സ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് അതിന് എന്താണോ നമുക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യേണ്ടത്, കമന്റ്സിൽ റിപ്ലൈ കൊടുക്കേണ്ടത്, അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ പോസ്റ്റിലും ഒരു CTA കീവേഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കീവേഡ് വരുമ്പോൾ നമുക്ക് എന്താണ് അവർക്ക് റിപ്ലൈ കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിൽ നമുക്ക് ഇവിടെ എനാബിൾ ഓട്ടോ കമന്റ് റിപ്ലൈ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള റിപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതല്ല നമുക്ക് ഓരോ പോസ്റ്റിനും സ്പെസിഫിക് ആയിട്ട് ഓരോ കമന്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ഇത് ഡിസേബിൾ ചെയ്താൽ ഇവിടെ കമന്റ്സിന്റെ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഡു യു വാണ്ട് ടു റിപ്ലൈ കമന്റ്സ് ഓഫ് എ യൂസർ മൾട്ടിപ്പിൾ ടൈംസ്. അപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ടിന്റെ അണ്ടറിൽ തന്നെ സെയിം യൂസർ മൾട്ടിപ്പിൾ ആയിട്ട് കമന്റ്സ് ഇടുക, അതിനൊക്കെയും കമന്റ്സ് റിപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം. അതല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാം. ഓട്ടോമാറ്റഡ് റിപ്ലൈ ബൈ AI. ഇപ്പൊ നമ്മുടെ ഓപ്പൺ AIയിൽ നമ്മുടെ അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് എനാബിൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല നമുക്ക് ജനറൽ ആയിട്ടുള്ള റിപ്ലൈ ആണ് എല്ലാ കമന്റ്സും, ഏത് കമന്റ് അയക്കാനും അതിനൊക്കെ കോമൺ ആയിട്ട് ഒരു റിപ്ലൈ അയക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ജനറിക് കമന്റ് സെലക്ട് ചെയ്യാം. അതല്ലാതെ നമുക്ക് കീവേഡ്സ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് അതിന് ഓരോ പോസ്റ്റിന്റെ അണ്ടറിൽ സ്പെസിഫിക് ആയിട്ടുള്ള കമന്റ്സ് സെറ്റ് ചെയ്യാൻ ഫിൽറ്ററിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ സെൻഡ് കമന്റ് റിപ്ലൈ ബൈ ഫിൽറ്ററിംഗ് വേർഡ് ഓർ സെന്റൻസ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്കൊരു ക്യാമ്പയിൻ നെയിം കൊടുക്കാം, ഇൻസ്റ്റഗ്രാം കമന്റ് റിപ്ലൈ കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഇവിടെ എക്സാക്ട് മാച്ചസ് വേണോ അതോ ഏതെങ്കിലും മാച്ച് ഉണ്ടായാൽ മതിയോ എന്നുള്ളത്. ഇത് നമുക്ക് റിപ്ലൈ ഇഫ് എനി മാച്ച് ഒക്കേഴ്സ്, അതായത് നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ ഏത് ലെറ്റർ ആയാലും ആ ഒരു കീവേഡ് സെയിം ആണെങ്കിൽ നമുക്കത് സെൻഡ് ചെയ്യാം. ഇവിടെ ഏതാണ് നമ്മൾ കീവേഡ് കൊടുക്കുന്നത്, ഞാനിപ്പോ ഇവിടെ ലിങ്ക് എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ലിങ്കിന് എന്താണ് മെസ്സേജ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ ലിങ്ക് എന്നൊരു കമന്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലിങ്കിന് പോകേണ്ട ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കമന്റ് റിപ്ലൈ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് DM-ൽ ഷെയർ ചെയ്യാന്നുള്ള ഒരു കമന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ DM-ൽ ആയിട്ട് നമുക്ക് പ്രൈവറ്റ് മെസ്സേജ് ആയിട്ട് ഇവിടെ ലിങ്ക് ഷെയർ ചെയ്യുന്ന മെസ്സേജ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ആഡ് മെസ്സേജ് ടെംപ്ലേറ്റ് കൊടുക്കാം. അപ്പൊ ഇവിടെ ടെംപ്ലേറ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോസ്റ്റ് ബാക്ക് ടൈപ്പ് ഓപ്ഷൻ കാണാം. ഇതിലിപ്പോ നമുക്ക് പാരന്റ് ഓപ്ഷൻ മാത്രമേ എനാബിൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ലാബിൾസോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സീക്വൻഷ്യൽ മെസ്സേജസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ഒരു മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിപ്പോ ടെക്സ്റ്റ് ഓപ്ഷനും അതുപോലെ തന്നെ ഇമേജ്, ക്വിക്ക് റിപ്ലൈ, ജനറിക് ടെംപ്ലേറ്റ്, കാരോസൽ, യൂസർ ഇൻപുട്ട് ഫ്ലോ, ഇ-കൊമേഴ്സ്, ഇതൊക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഏതാണ് വേണ്ടത് ഷെയർ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു ടൈപ്പ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ് ആണ് സെലക്ട് ചെയ്തത്. ഇവിടെ ഒരു പ്രൈവറ്റ് റിപ്ലൈ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ സെറ്റ് ചെയ്തു. ഇനി ഇത് നമുക്ക് സബ്മിറ്റ് ചെയ്യും. സക്സസ് ആയിട്ടുണ്ട്. ആ ഒരു ടെംപ്ലേറ്റ് ഇവിടെ സെലക്ട് ആയി വന്നു. ഇനി നമുക്ക് ഇൻ കേസ് ആ ഒരു മാച്ചിങ് ലിങ്ക് എന്നുള്ള കീവേഡ് വന്നില്ല, ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കമന്റ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ അതിന് നമുക്ക് ജനറൽ ആയിട്ട് ഒരു മെസ്സേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും ഇവിടെ സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു താങ്ക് യു നോട്ട് ഇവിടെ കൊടുക്കാം. ഇനി ഈ ഒരു കമന്റിന്റെ കൂടെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് റിപ്ലൈ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്യാം. ബട്ട് നോർമലി നമുക്ക് ഈ ഒരു താങ്ക് യു നോട്ടിന്റെ കൂടെ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് പോസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന കീവേഡ് വെച്ച് അതിനുള്ള കമന്റ് ആൻഡ് പ്രൈവറ്റ് റിപ്ലൈ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു പേജ് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു പോസ്റ്റിന്റെ അണ്ടറിൽ ഞാൻ കമന്റ് കൊടുക്കുകയാണ്. ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് കൊടുക്കുന്നു.
ഇവിടെ റിപ്ലൈ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എനിക്കൊരു പ്രൈവറ്റ് മെസ്സേജും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെക്ക് ചെയ്താൽ കാണാം. ഇവിടെ ഒരു പ്രൈവറ്റ് മെസ്സേജും അതുപോലെ തന്നെ ഒരു ലിങ്കും ഇവിടെ ഷെയർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഓരോ പോസ്റ്റിലും നമ്മൾ എന്താണോ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യേണ്ടത് അതിന് വരുന്ന എൻക്വയറീസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ അണ്ടറിൽ ഓട്ടോമാറ്റിക് കമന്റ് റിപ്ലൈ അതുപോലെ തന്നെ പ്രൈവറ്റ് മെസ്സേജസ് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.